ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധമ്മയുടെ വണക്കമാസത്തിൻ്റെ സമാപന ദിവസം ആണല്ലോ. നമ്മൾ ഇന്ന് പരിശുദ്ധമ്മയെ ആദരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കണം. ഫ്രാൻസിസ്കൻ സഭയുടെ ക്രോണിക്കിളിൽ കാലാനുക്രമമായ ആ ചരിത്രത്തിൽ ഒരു സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. ഫ്രാൻസിസ്കന്മാരായ 2 സന്യാസിമാർ പരിശുദ്ധമ്മയുടെ ഒരു ദേവാലയത്തിൽ പോയി പരിശുദ്ധമ്മയെ വണങ്ങി ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി അവർ ആശ്രമത്തിൽ നിന്നും യാത്ര പുറപ്പെട്ടു. ആശ്രമത്തിൽ നിന്നും യാത്ര പുറപ്പെട്ട് അവർ യാത്ര തുടർന്ന് ഒരു വനത്തിലൂടെ അവർ കടന്നു പോകുമ്പോൾ മരങ്ങൾക്കിടയിലൂടെയുള്ള ആ യാത്രയിൽ അവർക്ക് സൂര്യപ്രകാശം ലഭിക്കാതെ ഇരുട്ടായി. അങ്ങനെ അവർ വഴിതെറ്റി. അങ്ങനെ ഈ വനത്തിലൂടെ ഇങ്ങനെ തപ്പി തേടി അവരങ്ങനെ യാത്ര ചെയ്തു. പിന്നീട് പെട്ടെന്ന് ഇരുട്ടായി, രാത്രിയായി. അങ്ങനെ ഇരുട്ടിൽ അവർ തപ്പിത്തടഞ്ഞ് വഴി എവിടെ എന്ന് തിരിച്ചറിയാതെ അവരങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് തപ്പി നടക്കുമ്പോൾ കുറച്ചു ദൂരം അങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവർ ഏതോ ഒരു മതിലിൽ തൊടുന്നത് പോലെ അവർക്ക് തോന്നി. അങ്ങനെ ആ മതിലിൽ തൊട്ട് അവർ രണ്ടുപേരും അവരങ്ങനെ മതിലിലൂടെ ഇങ്ങനെ മുമ്പോട്ട് ഇങ്ങനെ തപ്പിത്തടഞ്ഞ് നടക്കുമ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊരു വീടിൻ്റെ മതിലാണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ വീടിന് മതിലാണെങ്കിൽ ഇതിനൊരു വാതിൽ കാണും, അതുകൊണ്ട് വാതിൽ തപ്പി നടന്നു. അങ്ങനെ ഒരു വാതിൽ കണ്ടുപിടിച്ചു. ആ വാതിൽ മുട്ടി, ഒച്ചത്തിൽ മുട്ടി അവരവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് 2 സ്ത്രീകൾ ഇറങ്ങി വന്നു. അവരവിടെ നിന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഫ്രാൻസിസ്കൻ 2 ദരിദ്ര സന്യാസിമാരാണ്. വനത്തിൽ പെട്ടുപോയി. ചെന്നായ്ക്കൾ ആക്രമിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി അഭയം തേടാൻ വേണ്ടി വന്നതാണ് പറഞ്ഞു. അവർ പറഞ്ഞു ഞങ്ങളോട് വരാൻ പറഞ്ഞു. വാതിൽ തുറന്നു. അങ്ങനെ അകത്ത് കയറി. അപ്പോൾ ആഡംബര വസ്ത്രധാരിയായിട്ടുള്ള ഈ 2 സ്ത്രീകൾ അവരോട് വളരെ മര്യാദയായിട്ട് പെരുമാറി. അപ്പോൾ അവർ ചോദിച്ചു, ഇതെവിടെയാണ്? അപ്പം നിങ്ങൾ ആരാണ് എന്നൊക്കെ ചോദിച്ചു സന്യാസിമാർ. ഇതെവിടെയാണ്, നിങ്ങൾ ആരാണ്? അപ്പോൾ ഈ 2 ശുഭ്രവസ്ത്രധാരികളായിട്ടുള്ള ഈ സ്ത്രീകൾ ഇങ്ങനെ പറയുകയാണ്, ഞങ്ങൾ ദയയുള്ള ഒരു നാഥയുടെ കൂടെയാണ്. ദയയുള്ള ഒരു നാഥ ഇവിടെയുണ്ട്. ഞങ്ങൾ ആ നാഥയ്ക്ക് ആദരവ് അർപ്പിക്കുന്നു. അതുപോലെ ബഹുമാനവും സ്തുതിയും എല്ലാം നൽകുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ആ നാഥയിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക്, ഉപവികൾക്ക് ഞങ്ങൾ നന്ദി പറയുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സന്യാസിമാർ പറഞ്ഞു, ഞങ്ങൾക്കും ആ നാഥയെ കാണണം, ഞങ്ങൾക്കും ആ നാഥയെ കാണണം, സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു, ആ നാഥയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നാഥയെ കാണാൻ വേണ്ടി ഇവർ ഒരു മുറിയിൽ കയറി. ആ മുറി മുഴുവനും പ്രകാശം കൊണ്ട് നിറഞ്ഞൊരു മുറിയായിരുന്നു. പ്രകാശം കൊണ്ട് നിറഞ്ഞ ഒരു മുറി. അതിൽ ആഘോഷപൂർവമായ ആഡംബരമായ വസ്ത്രങ്ങൾ അണിഞ്ഞ ഒരു സുന്ദരിയായ ഒരു സ്ത്രീ രാജകീയ പ്രതാപത്തോടെ ഇരിക്കുന്നത് കാണുകയാണ്. ആ മുറി മുഴുവനും വലിയ പരിമളം കൊണ്ട് പരന്നു. അസാധാരണമായൊരു സൗന്ദര്യമുള്ള സ്ത്രീ. ആ മുറി മുഴുവനും സൗന്ദര്യം പടർന്ന പ്രകാശത്തിൽ ഇരിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടുമുട്ടി. ആ സ്ത്രീ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. എങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാണ്? അപ്പോൾ ഈ സന്യാസിമാർ പറഞ്ഞു, ഞങ്ങൾ അനുഗ്രഹീതയായ കന്യകാമറിയത്തിൻ്റെ ഒരു ദേവാലയത്തിൽ പോയി കന്യാമറിയത്തെ വണങ്ങി ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടി ഇറങ്ങിയവരാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു കത്ത് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് സംസാരിച്ചു. അങ്ങനെ അവിടെ താമസിക്കാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം അങ്ങനെ അവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഇവർ പറയുകയാണ്, ആ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ വലിയ ഒരു അലൗകികമായ സന്തോഷം ജീവിതത്തിലുണ്ടായി. ദൈവസ്നേഹത്തിൻ്റെ ഒരു അഗ്നിജാല ജീവിതത്തിലുണ്ടായി. അങ്ങനെ പ്രഭാതത്തിൽ ഇവർ നന്ദി പറഞ്ഞ് ഇവർ മുമ്പോട്ട് പോകുമ്പോൾ ഈ സ്ത്രീയിൽ നിന്നും കത്ത് മേടിച്ചു. ആ കത്ത് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. കത്ത് തരാമെന്ന് പറഞ്ഞു. ഒരു സ്ഥലത്ത് കൊടുക്കാൻ, നിങ്ങൾക്ക് ഉപകാരം കിട്ടും എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറഞ്ഞു. ഇവർ ഈ കത്ത് മേടിച്ച സന്തോഷത്തിൽ ഇവരിങ്ങനെ പോയി. ഏതാനും കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ കത്ത് ഇവർ നോക്കി. കത്ത് നോക്കിയപ്പോൾ ഇതാർക്കാണ് കൊടുക്കേണ്ടതെന്ന് പുറത്ത് എഴുതിയിട്ടില്ല.
അപ്പോൾ ഇവരത് പൊട്ടിച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അതിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്, നിങ്ങളെ സംരക്ഷിച്ചതും പരിപാലിച്ചതും ഞാനാണ്, കന്യാമറിയുമാണെന്ന് പറഞ്ഞു. പരിശുദ്ധ കന്യാമറിയുമാണ് ഞാനാണ് നിങ്ങളെ ഇവിടെ സ്വീകരിച്ചതും അതുപോലെ തന്നെ നിങ്ങൾക്ക് താമസ സൗകര്യം തന്നതും നിങ്ങളെ ആ കെണിയിൽ നിന്നും ഈ കാട്ടിൽ നിന്നുമെല്ലാം നിങ്ങളെ രക്ഷപ്പെടുത്തിയത് ഞാനാണ്. അതുപോലെ തന്നെ നിങ്ങളെ പ്രത്യേകിച്ച് പരിപാലിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നതും നിങ്ങൾ പരിചരിക്കുന്നതും തുടർന്നും നിങ്ങൾ ചെയ്തു കൊള്ളണം, എഴുതി വച്ചിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ പരിശുദ്ധ അമ്മയെ വണങ്ങുന്ന ഈ ഭക്താഭ്യാസം നിങ്ങൾ തുടർന്നും ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ജീവിതകാലത്തും മരണസമയത്തും ഈ ഭക്തി നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ കന്യകാമറിയം എന്ന് പറഞ്ഞ് ഒപ്പുവെച്ചേക്കുന്നത് കണ്ടു. അപ്പോൾ ഇവർക്ക് മനസ്സിലായി, കന്യകാമറിയം ഇവരെ രക്ഷിച്ചു. കന്യകാമറിയത്തെ വണങ്ങുന്നതിലൂടെയുള്ള അനുഗ്രഹത്തെക്കുറിച്ച് ഇവർക്ക് തിരിച്ചറിവുണ്ടാവുകയാണ്. ഇപ്പോൾ പരിശുദ്ധ അമ്മയെ വണങ്ങുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ നാൽക്കവലകളിൽ എത്തി നിൽക്കുമ്പോൾ പരിശുദ്ധ മറിയം ആവശ്യമായ കൃപാവരങ്ങൾ ഈശോയിൽ നമുക്ക് മേടിച്ചു തരും. ഈ ജീവിത സമയത്തും അതോടൊപ്പം മരണസമയത്തും നമുക്ക് ലഭിക്കും. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ ഇങ്ങനെ വിളിക്കാം, പരിശുദ്ധ അമ്മ ഭണ്ഡാരമാണ്, ഭണ്ഡാര സൂക്ഷിപ്പുകാരിയാണ്. അതുപോലെ തന്നെ ദൈവികമായ കൃപകളുടെ സൂക്ഷിപ്പുകാരി എന്ന് പരിശുദ്ധ മറിയത്തെ വിളിക്കാൻ പറ്റും. പല വിശുദ്ധരും അങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഈ ലോകത്തിലും മരണസമയത്തും പ്രത്യേകമായിട്ടും ദൈവ കൃപകൾ ചൊരിയുന്നവളാണ് പരിശുദ്ധ മറിയം. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ അമ്മ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇവിടെ പാലക്കാട് തങ്കം ആശുപത്രിയിൽ അമ്മ ലിവർ സിറോസിസ് എല്ലാം വന്ന് ഏതാണ്ടൊരു 8ഓളം വർഷം ചികിത്സയിലായി. അവസാന നിമിഷങ്ങളിൽ 2 മാസത്തോളം ആശുപത്രി കിടന്നു. അപ്പം മരിക്കാൻ കിടക്കുകയാണ്. അപ്പം ഞങ്ങൾ മക്കൾ 10 പേര്, അതിൽ 9 പേര് ഇവിടെ ഉണ്ടായിരുന്നു. 9 പേരും ഞങ്ങളിവിടെ ഇരുന്ന് അവരുടെ മക്കളും എല്ലാം. അന്ന് ആശുപത്രി വലിയ തിരക്കില്ല, ഞങ്ങൾക്കൊരു AC മുറി തന്നു. അപ്പോൾ ഈ അമ്മ മരിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ICU എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇനി ICU കിടത്തേണ്ട ആവശ്യമില്ല, മുറിയിൽ വരുവാണെങ്കിൽ ഞങ്ങൾക്ക് അമ്മയുടെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മക്കളെല്ലാം കൂടി അവിടെ ഇരുന്ന് ഒരു 18ഓളം മണിക്കൂർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരിക്കുന്നതിന് ഒരു 2 ആഴ്ച മുഴുവനും 18 മണിക്കൂറോളം ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. കൊന്ത ചെല്ലും, കരുണക്കൊന്ത ചെല്ലും, അതുപോലെ തന്നെ മരണാസരുടെ പ്രാർത്ഥന ചെല്ലും, കുരിശിൻ്റെ വഴി ചെല്ലും. ഇതെല്ലാം ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, മാറി മാറി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ അമ്മ ഇങ്ങനെ കൂടും. അങ്ങനെ ഈ മരിക്കുന്നതിൻ്റെ തലേദിവസം അന്ന് 12 മണി വരെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പോയി. അപ്പോൾ 12 മണിയായപ്പോൾ പ്രാർത്ഥന നിർത്തി. പ്രാർത്ഥന നിർത്തുന്ന സമയത്ത് ഈ അമ്മ പ്രാർത്ഥനയെല്ലാം നിർത്തി. പിന്നെ ഈ അമ്മ ഇങ്ങനെ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒച്ചത്തിൽ ഇങ്ങനെ സംസാരിക്കുക, എന്താ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല, അതുപോലെ തന്നെ ആരോട് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഈ സമയത്ത് അമ്മയോട് ചോദിച്ചു, എന്താ പറയുന്നതെന്ന് ചോദിച്ചു, എന്താ ഈ ഒച്ചത്തിൽ പറയുന്നതെന്ന് ചോദിച്ചു, ആരോടാ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാനാ ചോദിച്ചത്, ആരോടാ ഈ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ എന്നോട് പറയുകയാണ്, ഞങ്ങളോട് പറയുകയാണ്, ഞാൻ സംസാരിക്കുന്നത് പരിശുദ്ധ അമ്മയോടാണ്, യൗസേപ്പ് പിതാവിനോടാണ്. പരിശുദ്ധ അമ്മയെ യൗസേപ്പ് പിതാവും ഈശോ ഇവിടെ നിൽക്കും, നിങ്ങൾ കാണുന്നില്ലെന്ന് ചോദിക്കുക. നമ്മൾ കാണുന്നില്ല, ഈ അമ്മ കാണുകയാണ്. മരണാസന്നെ അമ്മ കാണുകയാണ്. ഞാൻ സംസാരിക്കുന്ന പരിശുദ്ധ അമ്മയോടും യൗസേപ്പ് പിതാവിനോടും ഈശോയോടും. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ചാച്ചൻ നേരത്തെ മരിച്ചതാണ്, എൻ്റെ ചാച്ചനൂടെ അല്ല. എന്നിട്ട് പറഞ്ഞു, ചാച്ചൻ അവിടെയുണ്ട്, അമ്മയുടെ അമ്മയുണ്ട്, അമ്മയുടെ അപ്പനുണ്ട്, വല്യപ്പനുണ്ട്, ഇവരെല്ലാം അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവരെല്ലാം കാണുക എന്ന് പറയും. എന്നിട്ട് പറയാണ്, ഞാൻ അവരോട് സംസാരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ എന്ത് ഞാൻ പോയി. പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഇതുപോലെ തന്നെ പരിശുദ്ധ കുർബാന ഞാൻ അർപ്പിച്ചിട്ട് 2 സ്ഥലത്ത് കുർബാനയുണ്ട്. 2 സ്ഥലത്തെയും കുർബാന കഴിഞ്ഞ് ഞാനവിടെ പെട്ടെന്ന് എത്തുമ്പോൾ അമ്മയുടെ ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും വായിന്നെല്ലാം ബ്ലഡ് വരാൻ തുടങ്ങി. അപ്പം അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും കുർബാന കൊടുക്കും. 2 മാസം ഞാൻ എല്ലാ ദിവസവും കുർബാന കൊടുക്കുമായിരുന്നു ആശുപത്രിയിലായിരിക്കുമ്പം. അപ്പം ഞാൻ കുർബാനയ്ക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തില്ല അന്ന് പോരുമ്പോൾ. കാരണം അമ്മയ്ക്ക് വളരെ സീരിയസ് ആയിട്ടിരിക്കാമെന്ന് എനിക്ക് ഫോൺ വന്നു. ചെവിയിൽ നിന്നും വായിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ വെള്ളം അല്ലേ രക്തം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് കുർബാന കഴിക്കാൻ പറ്റില്ല, സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ അങ്ങനെ പെട്ടെന്ന് അവിടെ എത്തിക്കഴിഞ്ഞപ്പം എന്നെ കണ്ടതോടുകൂടി അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ പെട്ടെന്ന് പോകുക എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, പോകാൻ വരട്ടെ, കുർബാന സ്വീകരിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു.
അങ്ങനെയാണ് പെട്ടെന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് അവിടുന്ന് 2 കിലോമീറ്റർ അകലെയാണ് യാക്കരപ്പള്ളി, തങ്കം ആശുപത്രിയിൽ നിന്ന്. പെട്ടെന്ന് ഓടി ഞാൻ യാക്കരപ്പള്ളി എത്തി, പരിശുദ്ധ കുർബാന എടുത്തു, അങ്ങനെ വണ്ടിയെ കയറി ആശുപത്രിയിലെത്തി. അപ്പം ഞാൻ നോക്കുമ്പോൾ അപ്പോൾ നേഴ്സുമാർ ചെവിയും വായും ഇതെല്ലാം ക്ലീനാക്കി, മൂക്കൊക്കെ ക്ലീനാക്കി. അപ്പം ബ്ലഡ് വരുന്നെല്ലാം നിന്നു, അതോടുകൂടി നിന്നു, പിന്നെ വന്നില്ല. അങ്ങനെ ഞാൻ കുർബാന കൊടുത്തു, കുർബാന സ്വീകരിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മരണാസൻ്റെ പ്രാർത്ഥന ചൊല്ലി, അത് കഴിഞ്ഞ് ഒരു കരുണക്കൊന്ത ചൊല്ലി, 4 ജപമാല ചൊല്ലി. 4 ജപമാല ചൊല്ലി എത്രയും നേരം ലുത്തിനിയയില്ല, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ ഈ അമ്മ ഇതിനെല്ലാം കൂടുന്നുണ്ട്. ലുത്തിനിയയുടെ പകുതി ആയപ്പോൾ ഈ അമ്മ പിന്നെ ഒന്നും ചൊല്ലിയില്ല. അപ്പോൾ അമ്മയുടെ ഈ പ്രാർത്ഥന നിന്നു. അങ്ങനെ നോക്കുമ്പോൾ പിന്നെ അമ്മ അനങ്ങുന്നില്ല. അപ്പം മരിച്ചു. അപ്പോൾ അമ്മ മരിച്ചെന്ന് മനസ്സിലായി. അപ്പോൾ സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി ഉണ്ടായിരുന്ന അമ്മയാണെന്ന് എനിക്കറിയാം. കാരണം ഞാൻ വീടുകളിൽ ചെല്ലുമ്പോൾ, വീടുകളിലല്ല വീട്ടിൽ മാസത്തിലൊന്ന് പോകുമായിരുന്നു ഇങ്ങനെ രോഗിയായിട്ടിരിക്കുമ്പം. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് പകൽ മുഴുവൻ ഇങ്ങനെ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അമ്മയെ കാണും. പകൽ മുഴുവൻ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കും, അതുപോലെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ കാലഘട്ടം മുഴുവൻ അങ്ങനെയായിരുന്നു, ബൈബിൾ വായിക്കുക, കൊന്ത ചൊല്ലുക, ഇങ്ങനെയുള്ള. എന്നുകൊണ്ട് ന്യൂസൊന്നും അന്ന് ആരോഗ്യമുള്ള സമയത്ത് ന്യൂസും കാണും, ഇതെല്ലാം കാണും. പക്ഷേ കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്ക്, ജപമാലയെല്ലാം ബൈബിൾ വായിക്കാനെല്ലാം ആയിരുന്നത് കൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി, മരണസമയത്ത് സ്വർഗീയ വൃന്ദങ്ങളുണ്ടായിരുന്നു, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇത് അമ്മ തന്നെ പറയാം, ഞാൻ കാണുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ പറയുന്നതാണ് ഈ ഭക്തി. ഈ സന്യാസിമാരോട് പറഞ്ഞു, ഫ്രാൻസിസ്കൻ സന്യാസിമാരോട് പറഞ്ഞു, നിങ്ങൾ എന്നോടുള്ള ഭക്തി നിങ്ങൾ തുടരണം. ഇത് തുടരുമ്പോൾ ഈ ജീവിതകാലത്തും മരണസമയത്തും നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടും, പ്രതിഫലമുണ്ടാകും എന്ന് പറയുകയാണ്. പ്രതിഫലമുണ്ടാകും. അപ്പോൾ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി ജീവിതത്തിൽ പുലർത്തുമ്പോൾ, അമ്മയുടെ മാധ്യസ്ഥം തേടുമ്പോൾ ജീവിതത്തിൽ പ്രതിഫലം കിട്ടും, മരണസമയത്തും പ്രതിഫലം കിട്ടുമെന്ന് പരിശുദ്ധ അമ്മ തന്നെ എഴുതി കൊടുക്കുക. ഈ സന്യാസിമാർക്ക് എഴുതി കൊടുക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പം അതുകൊണ്ടാണ് വിശുദ്ധ പീറ്റർ ഡാമിയൻ പറയുന്നുണ്ട്, പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയാം, ദൈവിക കൃപകളുടെ സൂക്ഷിപ്പുകാരി എന്നാണ് പറയുന്നത്. ദൈവിക കൃപകളുടെ സൂക്ഷിപ്പുകാരിയാണ് പരിശുദ്ധ മറിയം. വിശുദ്ധ ഗ്രിഗറി പറയുന്നുണ്ട്, ദൈവകൃപ നിറഞ്ഞവൾ ആണ് പരിശുദ്ധ മറിയം. അതാണല്ലോ ദൈവദൂതൻ പരിശുദ്ധ മറിയത്തെ വിളിച്ചത്, ഗബ്രിയേൽ ദൂതൻ വിളിച്ചത്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞത്. പരിശുദ്ധ അമ്മയ്ക്ക് സ്തുതി പറയുക, കാരണം ദൈവകൃപ നിറഞ്ഞവളായിരുന്നു പരിശുദ്ധ മറിയം. വിശുദ്ധ ലോറൻസ് റിച്ചാർഡും പറയുന്ന കാര്യമുണ്ട്, പരിശുദ്ധ മറിയം ഒരു ട്രഷറിയാണെന്നാണ് പറഞ്ഞത്. എന്തിൻ്റെ ട്രഷറിയാണ്? ദൈവകൃപയുടെ ട്രഷറിയാന്ന് പറയുകയാണ്. അപ്പോൾ ദൈവകൃപയുടെ ട്രഷറിയാണ് പരിശുദ്ധ മറിയം. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള ബന്ധമുള്ളവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപകൾ നിറഞ്ഞ ആ ട്രഷറിയിൽ നിന്നും, ദൈവകൃപയുടെ ട്രഷറിയിൽ നിന്നും പരിശുദ്ധ അമ്മയിലൂടെ കൃപാവരങ്ങൾ വീടുകളിലേക്കെത്തും, വ്യക്തിജീവിതങ്ങളിലേക്കെത്തും. ഇപ്പം നമ്മുടെ കുടുംബങ്ങളിൽ ദൈവകൃപ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത തേടി ജപമാലകൾ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ആ ട്രഷറിയിൽ നിന്ന് കൃപയൊഴുകും. പരിശുദ്ധയമ്മ മധ്യസ്ഥയായി മാറും. അവിടെ കാനായിൽ യോഹന്നാൻ 2 മധ്യസ്ഥയായി മാറിയതുപോലെ, യോഹന്നാൻ 2:5 മറിയം പറയുന്നുണ്ട്, 2:5 പറയുകയാണ്, അവൻ പറയുന്ന പോലെ ചെയ്യാൻ പറയുന്നു. അവൻ പറയുന്ന പോലെ ചെയ്യാൻ, ഈശോ പറയുന്ന പോലെ ചെയ്യാൻ, ഈശോയുടെ വചനം കേൾക്കാനും വിശ്വസിക്കാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും പരിശുദ്ധ മറിയം പറയുകയാണ്. ആ ട്രഷറിയിൽ നിന്നും ഈശോയുടെ സഹനത്തിൻ്റെ, കുരിശുമരണത്തിൻ്റെ യോഗ്യതകളെല്ലാം കുടുംബങ്ങളിലേക്ക് കടന്നു വരാനുള്ള നല്ല ഒരു വഴിയാണ് പരിശുദ്ധ മറിയം. അതുകൊണ്ടാണ് മറിയം പറഞ്ഞത്, അവൻ പറയുന്ന പോലെ ചെയ്യാൻ പറഞ്ഞു. അതാ വീടുകാരി ചെയ്തു. കല്യാണ സമയത്ത് വീഞ്ഞ് തീർന്ന്, പ്രധാന വിഭവം വീഞ്ഞ് തീർന്നു പോയ ആ കുടുംബം മറിയം പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ ആ കുടുംബത്തിൽ സ്വർഗത്തിൻ്റെ കൃപ കടന്നു വരികയാണ്, അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധ മറിയം ഒരു ട്രഷറിയാണ്, ദൈവകൃപയുടെ ട്രഷറിയാണ്. ഈ ട്രഷറിയെ, ഈ കൃപയുടെ എല്ലാം ഉറവിടമെന്ന് പറയാനുള്ളൊരു കാരണം മത്തായിയുടെ സുവിശേഷം 13:44 നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 13:44 നമ്മൾ വായിക്കും, സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ ഒരു നിധി ഒളിഞ്ഞു കിടക്കുന്ന വയലിന് സദൃശമാണ്. ഈശോ തന്നെ സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുകയാണ്, അത് വയലിൽ മറഞ്ഞിരിക്കുന്ന ഒരു നിധിക്ക് സദൃശമെന്ന് പറയുകയാണ്.
അപ്പോൾ ഒരു നിധി മറഞ്ഞു കിടക്കുന്ന വയലാണ് അതിനെ പോലെ ഉപമിക്കാം സ്വർഗരാജ്യത്ത് എന്ന് പറയുകയാണ്. ഇതുപോലെ അത് കണ്ടെത്തുന്നവൻ, ആ നിധി കണ്ടെത്തുന്നവൻ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങും, സ്വന്തമാക്കും. ഇതേപോലെ ഇതിനെക്കുറിച്ച്, ഈ വചനത്തെക്കുറിച്ച് വിശുദ്ധ ബനവന്തൂർ ഇങ്ങനെ പറയുന്നുണ്ട്. ബനവന്തൂർ പറയുകയാണ്, ദൈവത്തിൻ്റെ ഭണ്ഡാരമായ ഈശോ മിശിഹ ആരിലാണ് ഉള്ളത്? നമ്മുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയത്തിലാണെന്ന് പറയുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപകളുടെ നിറവായ ഈശോ പരിശുദ്ധ മറിയത്തിലാണ് ഉള്ളത്. എന്നിട്ട് പറയുക, ഈശോ മിശിഹായിലൂടെ എല്ലാ കൃപകളുടെ ഉറവിടവും നീർച്ചാലും ആരിലാണ് ഉള്ളത്? ആ രാജ്ഞിയായ പരിശുദ്ധ മറിയമാണ് ആ വയൽ. അപ്പോൾ ദൈവകൃപയുടെ വയൽ പരിശുദ്ധ മറിയത്തിൽ ഉണ്ട് എന്ന് പറയുകയാണ്. ആ വയലിലാണ് ഈശോ. അപ്പോൾ അതുകൊണ്ട് പിതാവിൻ്റെ നിക്ഷേപമായ ഈശോ മിശിഹ അതിൽ ഒളിഞ്ഞു കിടക്കുന്നു. പരിശുദ്ധ മറിയത്തിൽ ഈശോ മിശിഹ ഒളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കൃപയുടെ ഉത്ഭവവും ഒഴുക്കുമെല്ലാം ഈശോ മിശിഹായിലാണ്. ആ ഈശോ മിശിഹ പരിശുദ്ധ മറിയത്തിൽ ഈ ലോകത്തിൽ കടന്നു വന്നത് മറിയത്തിലൂടെയാണ്. അപ്പം അതുകൊണ്ട് കൃപകളുടെ വിതരണക്കാരിയാണ് പരിശുദ്ധ മറിയം. കൃപയുടെ ട്രഷറിയാണ് പരിശുദ്ധ മറിയമെന്ന് വിശുദ്ധർ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ വായിച്ചു ഓർക്കുകയാണ്, ആരെയെങ്കിലും ദൈവം വിശുദ്ധരാക്കണം, വിശുദ്ധ വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് ദൈവം തീരുമാനിക്കുന്നുവോ, അവരെ പ്രത്യേകമായിട്ടും പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തിയിൽ അവർ ദൈവം വളർത്തിക്കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവം ആരെ വിശുദ്ധിയുടെ വഴികളിലൂടെ നടത്തണമെന്ന് തീരുമാനിക്കുന്നുവോ അവരെ പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തിയിൽ വളർത്തിക്കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അപ്പം വിശുദ്ധരുടെ ജീവിതം മുഴുവൻ അതുകൊണ്ട് പരിശുദ്ധ മറിയത്തെ കളഞ്ഞ ഒരു ജീവിതമല്ല. പരിശുദ്ധ മറിയത്തെ ആദരിക്കുന്ന, അമ്മയോട് സ്നേഹമുള്ള അമ്മയെ പ്രത്യേകമായിട്ടും തങ്ങളുടെ അമ്മയായി സ്വീകരിക്കുന്ന ഒരു ജീവിതമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയെ നമ്മുടെ അമ്മയായി നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ അമ്മയെ നമ്മുടെ കുടുംബത്തിൻ്റെ മധ്യസ്ഥയായിട്ട്, നാഥയായി നമുക്ക് സ്വീകരിക്കാം. അപ്പോൾ പരിശുദ്ധ അമ്മയെ അങ്ങനെ ആദരിക്കുന്നതിലൂടെ നമ്മുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ ദൈവികമായ നന്മ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും. അതുകൊണ്ട് നമുക്ക് ഈ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടും മാധ്യസ്ഥ തേടി നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ മാസം മുഴുവൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അതുകൊണ്ട് കൃപയുടെ, ദൈവിക കൃപയുടെ സൂക്ഷിപ്പുകാരിയായ പരിശുദ്ധ മറിയം നമ്മുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ കൃപാവരങ്ങൾ തുടർന്നും വർഷിക്കപ്പെടുവാൻ പരിശുദ്ധമ്മയോടുള്ള ആ ബന്ധം, അടുപ്പം, അതുപോലെ തന്നെ മാധ്യസ്ഥം, ഇതെല്ലാം നമുക്ക് കൂടുതൽ യാചിക്കുന്നവരും അതുപോലെ തന്നെ ചോദിച്ചു വാങ്ങുന്നവരുമായി മാറാൻ നമുക്കിടയാകട്ടെ. പരിശുദ്ധമ്മയുടെ ഈ വണക്കമാസ തിരുനാളിൻ്റെ സമാപനത്തിൽ എല്ലാ മംഗളങ്ങളും അതുപോലെ ദൈവികമായ കൃപാവരങ്ങളും നമ്മുടെ കുടുംബങ്ങളിൽ നിറയട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈശോ എല്ലാവരെയും പരിശുദ്ധ അമ്മയിലെ മാധ്യസ്ഥം വഴി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.